എല്ലാവർക്കും ഒരിക്കൽ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രേസൽ വെർബ് 2 ഭാഗങ്ങൾ ഇന്നലെ പഠിച്ചു. ഇന്ന് 3ാമത്തെ ഭാഗം പഠിക്കുകയാണ്. ഏതൊക്കെയാണ് വേർഡ്സ് നോക്കാം. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പഠിക്കണം ആദ്യത്തെ വേർഡ്, അത് 29 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 30ാമത്തെ വേർഡ് ഗിവ് അവേ. ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുപരിചിതമായിട്ടുള്ള വാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കാണുന്ന ഒരു വേർഡാണ്. ഗിവ് അവേ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ യൂട്യൂബിലൊക്കെ. എന്താ അതിൻ്റെ അർത്ഥം? ഫ്രീ ആയിട്ട് സമ്മാനമായിട്ട് കൊടുക്കുക, അല്ലേ? അപ്പൊ ഗിവ് സംതിങ് ഫ്രീ, സൗജന്യമായി വിതരണം ചെയ്യുക എന്നാണ് ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സംഗതിനെ കൊടുക്കുന്നതിനെയാണ്. ഹി ഗേവ് അവേ മോസ്റ്റ് ഓഫ് ഹിസ് മണി ടു ചാരിറ്റി. അങ്ങേര് അദ്ദേഹത്തിന്റെ മിക്കവാറും പണം ചാരിറ്റിക്കായിട്ട് എന്ത് ചെയ്തു? കൊടുത്തു. ചാരിറ്റി ആയിട്ട് കൊടുത്തു. ഓക്കെ, വെറുതെ കൊടുത്തു. അപ്പൊ ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൊടുക്കുക എന്നാണ്. ഗിവ് അവേ വെറുതെ കൊടുക്കുക. ഓക്കെ, യെസ്. ഇനി ഗിവ് അപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു വേർഡാണ് ഗിവ് അപ്പ്. ഉപേക്ഷിക്കുക, കൈയൊഴിയുക, എബാണ്ടൻ എന്നാണ്. ഗിവ് അവേയും ഗിവ് അപ്പും മറക്കരുത്. ഗിവ് അപ്പ് ഉപേക്ഷിക്കുക. ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ആണ്. ഓക്കെ, ഇന്നലെ ഒരു ചോദ്യത്തില് ഗോ അറ്റ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അറ്റാക്ക്ഡ് എന്ന് പറയുന്ന വെർബായിരുന്നു അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിൽ ഗോ അറ്റ് ഉണ്ട്, വെൻഡ് അറ്റ് ഉണ്ട്. ഏതായാലും ശരി, ഞാൻ പെട്ടെന്ന് മാർക്ക് ചെയ്തപ്പോൾ ഗോ അറ്റ് ആണ് മാർക്ക് ചെയ്തത്. ക്ഷമിക്കണം, ഇന്നലത്തെ ക്ലാസ്സിൽ ഗോ അറ്റ് അല്ല ആൻസർ അപ്പോൾ വരിക. അപ്പോൾ വെൻഡ് അറ്റ് വരിക. കാരണം അറ്റാക്ക്ഡ് എന്നിവിടെ V2 പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റ്. അപ്പൊ ഇവിടെ പാസ്റ്റ്, ഗോ അറ്റിന്റെ പാസ്റ്റ് എന്താണ്? വെൻഡ് അറ്റ് ആണ്. അപ്പൊ വെൻഡ് അറ്റ് ആണ് ശരി കേട്ടാ. ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോയിരുന്നു. ഗ്രൂപ്പിൽ അതാരോ ചോദിച്ചിരുന്നു, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, യെസ്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷെ ഒന്ന് പ്രസന്റ് ഒന്ന് പാസ്റ്റ് ആണ്. അപ്പൊ ചോദ്യത്തിൽ പാസ്റ്റ് തന്ന സ്ഥിതിക്ക് നമുക്ക് പാസ്റ്റ് തന്നെയാണ് കറക്റ്റ് ആൻസർ. യെസ്. അപ്പൊ നമ്മളിപ്പോ ഗിവ് അവേയും ഗിവ് അപ്പും പഠിച്ചു. ഇനി അടുത്ത വേർഡ് ഗിവിൻ ആണ്. ഇത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രിയിലെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കുഴപ്പിച്ചു, അല്ലെ? ഗിവിൻ എന്ന് പറഞ്ഞാൽ വഴങ്ങുക, വഴങ്ങി കൊടുക്കുക എന്നാണ്. ടു ഈൽഡ് ഓർ സറണ്ടർ. ഈൽഡ് ഓർ സറണ്ടർ, വഴങ്ങുക. ദ ഗവൺമെന്റ് റെഫ്യൂസ്ഡ് ടു ഗിവിൻ. ഓക്കെ, ഈ ഗിവിൻ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു ടു പ്രയോഗം ശ്രദ്ധിച്ചോ? ഗിവിൻ ടു ദയർ ഡിമാൻഡ്സ്. അപ്പൊ ശരിക്കും ഗിവിൻ കഴിഞ്ഞിട്ട് ഗിവിൻ ടു ഉണ്ട് എന്നുള്ളത് ഓർത്തു വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുകയാണ്. അതിനകത്തൊരു ക്ലൂ അതായിരുന്നു. ഗിവിൻ കഴിഞ്ഞിട്ട് വേറെ പല ഓപ്ഷനും ഉണ്ട്. 2-3 ഗിവിൻ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഗിവിൻ ടു, ഗിവിൻ +2 കൂടി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം. അപ്പൊ അത്രയും മൈന്യൂട്ടായ ഒരു സംഗതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സാമ്പിളൊക്കെ മനസ്സിലുള്ള ആൾക്കാർക്ക് ശരിയായിട്ടുണ്ടാവും. ദ ഗവൺമെന്റ് റെഫ്യൂസ് ടു ഗിവിൻ ടു ദെയർ ഡിമാൻഡ്സ്. ഓക്കെ, പക്ഷെ അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാനും സാധ്യത. കാരണം എന്താ പറയുക, PSC അത് ഇന്നും ടൂവും കൂടെ ഒരുമിച്ചിട്ട് അതിൻ്റെ ഇടയിൽ സ്പേസ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് വേറെ വേർഡായി മാറും എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ആ ചോദ്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഗിവിൻ വഴങ്ങുക, ഗിവ് ബാക്ക് റിട്ടേൺ, തിരികെ നൽകുക. ഐ ഗേവ് ദ ടെക്സ്റ്റ് ബുക്ക് ബാക്ക് ടു ഹിം. ഞാൻ അവന് ടെക്സ്റ്റ് ബുക്ക് തിരികെ കൊടുത്തു. അടുത്തത് ഗിവ് റൈസ് ടു. ഗിവ് റൈസ് ടു എന്ന് പറഞ്ഞാൽ കാരണമാവുക, കോസ് ടു ഹാപ്പൻ. ഡിസിഷൻസ് വിച്ച് ഗിവ് റൈസ് ടു ആർഗ്യുമെന്റ്സ്. വാദങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങൾ. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗിവ് റൈസ് ടു, ഗിവ് ബാക്ക്, ഗിവിന്, ഗിവ് അപ്പ്, ഗിവ് അവേ. ആരൊക്കെ സ്റ്റേജിലേക്ക് വാ? ആതിര, 2 ആതിരമാരും വാ. ലിൻസി വാ, ആഷ്ലി വാ, അർച്ചന, മേരി, സുബി, ലത്തീഫ് സ്റ്റേജിലേക്ക് വരുവിൻ. സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞ ആൾക്കാർ ഇരിക്കണം, അപ്പോഴാണ് എനിക്കൊരു സന്തോഷം. ആതിരക്കെ ഹായ് പറ. ഗുഡ് മോർണിംഗ്. ആതിര, നമ്മൾ പഠിച്ച ഗിവ് വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ? ഗിവ് അവേ, ഗിവ് അപ്പ്, ഗിവ് ഇൻ, ഗിവ് റൈസ് ടു, ഗിവ് ബാക്ക്. ഇതിലേത് പുതിയതായിട്ട് പഠിക്കുന്നുണ്ടോ ആതിര ഈ 5 ഞാൻ എല്ലാം പുതിയതായിട്ട് പഠിക്കുക സാർ. ഞാൻ ആദ്യമായിട്ടാ PSCയിലേക്ക്. അതെയാ, അത് ശരി. നേരത്തെ പഠിച്ച പരിചയമല്ല അതൊന്നും, അല്ലേ? ഇതില് ഇപ്പൊ ഓൾറെഡി PSCക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഗിവ് അവേ നല്ല പരിചയം ഉണ്ടാവും. ഗിവ് അപ്പ് നല്ല പരിചയമുള്ള വാക്കായിരിക്കും.
പിന്നെ ഗിവിന് നല്ല പരിചയം ഉണ്ടാവും. അവർക്ക് പുതിയതായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്ന് ഗിവ് ബാക്ക് തിരിച്ചു കൊടുക്കുക, ഗിവ് റൈസ് ടു കാരണമാവുക ആയിരിക്കും. ഓക്കെ, അപ്പോ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഏതാ അതിര? എബാണ്ടൻ? ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലുള്ള വാക്കേതാ? ഗിവ് അപ്പ്. ഗിവ് അപ്പ്. പിന്നെ വഴങ്ങുക? ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, വഴങ്ങുക ഗിവിൻ. ഗിവിൻ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുക. ഗിവ് അവേ. ഗിവ് അവേ. ഗിവ് അല്ലേ? യൂട്യൂബിലൊക്കെ കണ്ടില്ലേ ഗിവ് അവേ കൊടുക്കുക, ഗിവ് അവേ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, യൂട്യൂബിൽ വീഡിയോ ഒന്നും കാണല്ലേ? അങ്ങനെ കാണലില്ല, കാണാറില്ല. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ശ്രമിച്ചു നോക്കുവോ? Our Jawans would not dash to the enemies. വഴങ്ങില്ല. ഗിവിൻ. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. ശത്രുക്കൾക്ക് തയ്യാറായിരുന്നില്ല. അപ്പൊ ഇവിടെ ഏതായിരിക്കും ശരി ഉത്തരം? ഗിവിൻ. ഓപ്ഷൻ എ അല്ലേ? വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ മേരിനോട് ചോദിക്കാം. മേരി, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. I have got to dash the watch I brought yesterday as it not working. Give back, sir. Return ചെയ്യും. തിരിച്ചു കൊടുത്തു അല്ലെ? അതായത് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് എന്റെ വാച്ച് ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു. Give back അല്ലേ? Good, very good. Thank you. So next, Anil Kumar VN. വീഡിയോന്റെ ഒരു ചോദ്യ. അനിൽ കുമാർ മൈക്കോൺജി. അനിൽകുമാർ വി എൻ കാണുന്നില്ല. അനിൽകുമാർ വി എൻ. അപ്പം ഒരു കാര്യം ചെയ്യാം. അനിൽകുമാർ വി എൻ വീഡിയോ അല്ല ഓൺ ചെയ്യേണ്ടത്. പോയാ? ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. മേരി രശ്മി എന്നെ പറ അടുത്തതിന്റെ ആൻസറും. എല്ലാവരും പറ്റുന്നവരൊക്കെ സ്റ്റേജിലേക്ക് വാട്ടാ. Unhygienic surroundings dash health problems. Give rise to health problems. എന്താ ഗിവ് റൈസ് ടു എന്ന് പറഞ്ഞാല്? കാരണമാകുന്നു. വെരി ഗുഡ്. ഗിവ് റൈസ് ടു എന്ന് പറഞ്ഞാൽ കാരണമാവുക. ഇത് ബീഡിയോടെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. അടുത്തത്, he has not given dash drinking. Okay, dash drinking. എന്റെ അടുത്തായിരുന്നു സാർ. ഉപേക്ഷിക്കുക അല്ലെ? ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കുടി, മദ്യപാനം. മദ്യപാനം he has not given up, ഉപേക്ഷിച്ചില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ആതിര എന്നോട് ചോദിക്കാം. ആതിര, അതാരാണെന്ന് ഒച്ചുണ്ടാക്കുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇതിന്റെ ആൻസർ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. അണ്ടർലൈൻ വേർഡ് ഗേവ് അപ്പ് ആണ്. ഗേവ് അപ്പ് എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുക. അബോളിഷ്ഡ് ആണോ? അബോളിഷ്ഡ് ഇല്ലാതാക്കൽ, ഇല്ലാതാക്കുക. അപ്പം ബി. എബാൻഡന്റ്. എബാൻഡന്റ് ഉപേക്ഷിക്കുക, ഉപേക്ഷിച്ചു. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ വേറെ ആളുടെ മാറി ചോദിക്കാൻ ആരും ഇല്ലല്ലോ. എന്നാ മേരി എന്നാ പറഞ്ഞത്? The principal gave away the prizes. ശരി, ഉത്തരം ഏതാ? Prizes. Give away. അല്ല, gave away.
ഗേവ് അവേ അതായത് വിതരണം ചെയ്തു അല്ലെ, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, ഗ്രേറ്റ്. ഇന്ന് ഇതിന്റെ ആൻസർ പറ. The The chief chief guest dash guest prizes to dash the winner. prizes to the winner. Um, gave away. ഏതാ? Gave away. വിതരണം ചെയ്തു അല്ലേ? Ah. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇനി നമ്മൾ അടുത്ത വേർഡിലേക്ക് പോവാണ്. അടുത്ത വേർഡ് നമുക്ക് പഠിക്കാനുള്ള ഒന്ന് ലുക്ക് ആഫ്റ്റർ ആണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക. നമ്മൾ പ്രായമായ ആളുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്, ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഐ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ ഇഫ് യു വാണ്ട് ടു ഗോ ഔട്ട്. നിങ്ങൾ പുറത്ത് പോകണം, നിങ്ങളെ കുട്ടീനെ ഞാൻ ലുക്ക് ആഫ്റ്റർ ചെയ്തോളാം, ഞാൻ സംരക്ഷിച്ചു, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ലുക്ക് ആഫ്റ്റർ മറക്കരുത്. ലുക്ക് ആഫ്റ്റർ മീൻസ് ടു ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വലിയ ഡിക്ഷണറിയോ വലിയ വലിയ ബുക്കോ അതൊക്കെ വരണം. കാരണം സെർച്ച് ചെയ്യല, ഒരു ഡിക്ഷണറിയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യില്ലേ, ഒരു കുറെ വാക്കുകൾക്കിടയിൽ ഒരു വാക്ക് നോക്കുക, അങ്ങനെ ഒരു ലിസ്റ്റിനകത്തുനിന്ന് എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നതിനെ ലുക്കപ്പ് ചെയ്യുന്നതിനാണ് ലുക്കപ്പ് എന്ന് പറയാ. ഐ ലുക്ക്ഡ് ഇറ്റ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. ഓക്കെ, അപ്പൊ ലുക്ക് ആഫ്റ്ററും ലുക്കപ്പും. ഇനി ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക, to await or expect. We look forward to your program. We are looking forward to going to the Switzerland next month. Look forward to. Look into, പരിശോധിക്കുക. ലുക്ക് ഇൻടു എന്ന് പറഞ്ഞാല് പരിശോധിക്കുക. ലുക്ക് ഇൻടു, പരിശോധിക്കുക. The government set up a committee to look into the problem. പ്രോബ്ലം പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തു. ഓക്കെ, സ്ഥാപിച്ചു. പിന്നെ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. പുച്ഛത്തോട് കൂടി കാണുക, എല്ലാ കാര്യങ്ങളും പുച്ഛത്തോട് കൂടിയിട്ട് കാണുക. ടു ഡെസ്പൈസ് ചെയ്യുക. ഐ ലുക്ക് ഡൗൺ അപ്പോൺ മെൻ വിത്ത് ഹോട്ടിനെസ്. അഹങ്കാരമുള്ള ആൾക്കാരെ ഞാൻ പുച്ഛത്തോട് കൂടി കാണുന്നു. ലുക്ക് ഡൗൺ അപ്പോൺ. പിന്നെ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ തിരയുക. നമ്മൾ നേരത്തെ ലുക്കപ്പ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ലുക്കപ്പും തിരയലാണ്, ലുക്ക് ഫോറും തിരയലാണ്. പക്ഷെ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജോലി അന്വേഷിക്കുക, അങ്ങനത്തെ തരത്തിലാണ്. ലുക്ക് ഫോർ, കാണാതെ ഒരാളെ ലുക്ക് ഫോർ ചെയ്യുക, അന്വേഷിക്കുക. പക്ഷെ നമ്മളൊരു ഒരു ഡിക്ഷണറിയിൽ നോക്കിയിട്ട് വാക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏതാണ് ആതിര? ഒരു ഡിക്ഷണറി നമ്മൾ വാക്ക് നോക്കി തെരഞ്ഞു കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഡിക്ഷണറി നോക്കുക എന്ന് പറയുമ്പോ ഏതാ മേരി? ലുക്കപ്പ്. ഒരു ജോലി അന്വേഷിക്കലാണെങ്കിൽ ലുക്ക് ഫോർ. അപ്പൊ ലുക്കപ്പും ലുക്ക് ഫോറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് കേട്ടോ. പിന്നെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട്, കുട്ടികളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തില് ലുക്ക് ആഫ്റ്റർ കേട്ടോ. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക. ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് എ ഡിക്ഷണറി. വെരി ഗുഡ്. ലുക്ക് ഫോർവേഡ് ടു, കാത്തിരിക്കുക. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു, അല്ലെങ്കിൽ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ പ്രോഗ്രാം, അങ്ങനെയൊക്കെ പറയില്ലേ. ലുക്ക് ഇൻടു എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. ഓക്കെ, ലുക്ക് ഇൻടു ദ പ്രോബ്ലം, അങ്ങനെ. ഇനി ലുക്ക് ഡൗൺ അപ്പോൺ, പുച്ഛത്തോട് നോക്കുക, കാണുക. ലുക്ക് ഫോർ സെർച്ച് ചെയ്യുക, തിരയുക അല്ലെങ്കിൽ അന്വേഷിക്കുക. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ലുക്കിൻ, വന്നു കാണുക, ചെന്നു കാണുക. മേക്ക് എ ഷോർട്ട് വിസിറ്റ്. പറഞ്ഞേ, ലുക്കിൻ, വന്നു കാണുക അല്ലെങ്കിൽ ചെന്ന് കാണുക. ലുക്കിൻ, ഐ വിൽ ലുക്കിംഗ് ഓൺ യു ടുമോറോ. യെസ്, ലുക്കിൻ ഓൺ യു ടുമോറോ അല്ലെ. ലുക്കിൻ, ഐ വിൽ ലുക്കിൻ ഓൺ യു ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ നാളെ വന്ന് കാണാം. ഈ ലുക്കിൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു ഓൺ വന്നാണ്ടോ, അത് വെറുതെ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ഗിവിൻ കഴിഞ്ഞിട്ട് ഒരു ടു പൊതുവെ വരാറുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. മേരി, മേരിനോടാണ് ചോദ്യം. ഐ ലുക്ക്ഡ് ഡാഷ് ദ നമ്പർ ഇൻ ദ ടെലിഫോൺ ഡിക്ഷണറി ഡയറക്ടറി. ടെലിഫോൺ ഡയറക്ടറി. I looked up the number. അതായത് നമ്മുടെ ഡയറക്ടറിയോ
അല്ലെങ്കിൽ ഡിക്ഷണറി അങ്ങനത്തെ ഒരു ലിസ്റ്റ് അല്ല അവിടെ നോക്കുന്നത് അല്ലേ? sir. I looked up the number in the telephone directory. ഇത്തരം കേസിൽ എപ്പോഴും ലുക്കപ്പ് ആയിരിക്കും അല്ലെ? പക്ഷെ അതിന് പകരം ഒരു ജോലി തരികയാണെങ്കിലോ I looked for. ലുക്ക് ഫോർ ആ വരിക. ഓക്കെ, ഗ്രേറ്റ്. ഇനി അടുത്തത് ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക്. ഹു വിൽ ലുക്ക് ഡാഷ് യുവർ ഹൗസ് വൈൽ യു ആർ എവേ? Look after. ലുക്ക് After. ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് ആര് സംരക്ഷിക്കും? ഞാൻ സംരക്ഷിക്കാം, ഞാൻ നോക്കാം അല്ലെ? ഗുഡ്. 41. He looked dash the word in the dictionary. Look up. ലുക്കപ്പ് അല്ലെ? ഡിക്ഷണറി കണ്ടാ പിന്നെ ലുക്കപ്പ് ആണ്. ഓക്കെ ഓക്കെ. ആതിര, വേറെ ആർക്കും സ്റ്റേജിലേക്ക് വരാട്ടോ. രേഖ, ലത്തീഫ, സുബി, അർച്ചന, ലിൻസി, ആതിര ആർക്കോണല്ലോ. ഓക്കെ, അപ്പൊ ആതിര അടുത്തതിന്റെ ഉത്തരം പറ. പ്ലീസ് ലുക്ക് ഡാഷ് ദിസ് വേർഡ് ഇൻ ദ ഡിക്ഷണറി. Look up. അതെന്താ ലുക്കപ്പ്? ഡിക്ഷണറി കണ്ടാൽ ലുക്കപ്പ്. അത് ജോലി അതറിയുന്നെങ്കിലോ, അന്വേഷിക്കുന്നെങ്കിൽ Look for. ലുക്ക് ഫോർ. വെരി ഗുഡ്. അടുത്തത് പ്ലീസ് ലുക്ക് ഡാഷ് മൈ ഫാദർ ടിൽ ഐ കം. ഞാൻ വരുന്നവരെ എന്റെ അച്ഛനെ Look after. സംരക്ഷിക്കണം. സംരക്ഷിക്കുക അല്ലെ? ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന പ്രയോഗം ഇനി മറക്കൂലല്ലോ. അടുത്തതിന്റെ ആൻസർ പറ. ഇഫ് യു വാണ്ട് ടു ടെലിഫോൺ ഹിം യു വിൽ ഹാവ് ടു ഡാഷ് എ നമ്പർ ഇൻ ദ ടെലിഫോൺ ഡിക്ഷണറി. സോറി, ഡയറക്ട്ലി. ഡയറക്ട്ലി കണ്ടാ പിന്നെ ലുക്കപ്പ്. ലുക്കപ്പ്. അപ്പൊ ഓപ്ഷൻ ഡി അല്ലെ? ഇനി 45-ാമത്തത് പിക്ക് ഔട്ട് ദ ഫ്രേസൽ വെർബ് which means to take care of. Look after. Look after. Good. സംരക്ഷിക്കുക അല്ലെ? അടുത്തത് 46-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറ. Society looks dash the losers. Society look down upon. ഗുഡ്. എന്താ അതിന്റെ അർത്ഥം? സമൂഹം ഈ ലോസേഴ്സിനെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകളെ സമൂഹം പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അല്ലെ? അതായത് ആ പുച്ഛത്തോടു കൂടി നോക്കിക്കാണുന്ന ഇംഗ്ലീഷിലെ പ്രയോഗം എന്താ? ഫ്രേസൽ വെർബ് എന്താ? Look down upon. Look down upon. അപ്പൊ ഇവിടെ എന്തുണ്ട്? ലുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ലുക്സ് ഡൗൺ അപ്പോൺ കൂടി പോകണം. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ഉത്തരം പറ വായിച്ചിട്ട്. Select the most appropriate word to fill in the blanks. She is looking dash to visiting Paris. Select the most appropriate word to fill in the blank. She is looking dash to visit Paris. She is looking dash to visit Paris. മെസ്സേജ് ഇടുന്നവർക്ക് പറയാം. മെസ്സേജ് ഇടുന്നവർക്ക് അവിടെ ആരോ ഓപ്ഷൻ എ പറയുന്നുണ്ടല്ലോ. അതാരാ? രേഖ. രേഖ പറയുന്ന ഓപ്ഷൻ എ ആന്ന്. യോജിക്കുന്നുണ്ടോ ആതിര? മേരി ഫോർവേഡ് വരും. ഫോർവേഡ് വരും. സർ ഫോർവേഡ് ആണ്. അതെന്താ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയാൻ കാരണം? പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പാരീസിൽ സന്ദർശിക്കുന്നത് അല്ലെ? ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ് പാരീസ്. പാരീസ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി എവൈറ്റ് ചെയ്യാണ്, കാത്തിരിക്കുകയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി. ഓക്കെ, താങ്ക് യു. മേരി പറയാനത്തെ ആൻസർ. Select the most appropriate option to fill in the blank. Are you looking forward dash Nigel again? Looking forward seeing to Nigel. Looking forward seeing to. Looking forward to seeing. വെരി ഗുഡ്. നമ്മുടെ ഫ്രേസൽ വെർബ് എന്താ ശരിക്കും? ലുക്ക് ഫോർവേഡ് ടു ഉണ്ട് അല്ലെ? ലുക്ക് ഫോർവേഡ് ടു എന്നാണ്. അപ്പൊ ഇതിന്റെ ടു ഇവിടെ മിസ്സിംഗ് ഉണ്ട്. ആ ടു എവിടെയാണ് ആദ്യം ഇരിക്കുന്നത്? ഇതാ. പിന്നെ വേറൊരു പോയിന്റ് കൂടെ ഇവിടെ നിന്ന് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷ ഇങ്ങനെ ഈ ചോദ്യം വരും. അതെങ്ങനെയാന്ന് പറയാം. ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു ഡാഷ് ഓപ്ഷൻ എ സി
ബി സീയിങ്. ഇതിലേതാ ശരി? Seeing. ആ, അതായത് ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ പ്ലസ് ജെറണ്ട് ആണ് ഉപയോഗിക്കുക. Oh, sir. ജെറണ്ട് മീൻസ് ING ഉള്ള ING verb. വരുന്നത്. ആ ഒരു പോയിന്റ് അറിയാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. sir. അതാണ് കേട്ടോ. അപ്പൊ ലുക്ക് ഫോർവേഡ് ടു പ്ലസ് ജെറണ്ട് ആണ്. ജെറണ്ടാണ്. യെസ്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ മേരി. The phrasal verb look down upon means take carefully, take with contempt, treat look down പുച്ഛത്തോട് നോക്കുക, treat happy, treat raw അല്ലല്ല, treat with contempt ആണോ സർ? പുച്ഛത്തോടെ കാണുക. ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്. പുച്ഛത്തോടെ കാണുക. കണ്ടംപ്റ്റ് പുച്ഛം കേട്ടോ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ലുക്ക് ഡൗൺ അപ്പോണിന് പകരം ലുക്ക് ഡൗൺ ഓൺ എന്നും പറയാം. രണ്ടും ശരിയാ. ലുക്ക് ഡൗൺ ഓൺ ഈക്വൽ ടു ലുക്ക് ഡൗൺ അപ്പോൺ. പക്ഷെ പരീക്ഷയ്ക്ക് ഒരു തവണ ഇങ്ങനെ വന്നു ഒരു ഓപ്ഷൻ, ലുക്ക് ഡൗൺ അപ്പ് ടു ഓൺ. ഇത് തെറ്റല്ലേ? തെറ്റാണ്. കാരണം അപ്പ് വേറെ ഓൺ വേറെ എഴുതാൻ പാടില്ല. ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ അപ്പോൺ, അല്ലെങ്കിൽ കൂട്ടി എഴുതണം അപ്പോൺ കേട്ടോ. പലരും എന്നിട്ട് മറ്റേത് അപ്പോണാന്ന് എഴുതിയിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട്. തെറ്റായിരുന്നു അത്. മറക്കരുത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി അപ്പ് വേറെയും ഓൺ വേറെ ഇട്ട് വെക്കും. അപ്പൊ അത് തെറ്റാണ്. ഇങ്ങനെ ഒന്നുകിൽ ഓണ് അല്ലെങ്കിൽ അപ്പോൺ കേട്ടോ. ഗ്രേറ്റ്. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു PSC ഇത്രയും തവണ ആവർത്തി ചോദിച്ചൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മേക്ക് ഔട്ട്, മേക്കിംഗ് ഔട്ട്, ടു അണ്ടർസ്റ്റാൻഡ്. ഐ കുഡിന്റ് മേക്ക് ഔട്ട് വാട്ട് ഹി വാസ് സേയിങ്. ഇനിയും വരുന്ന പരീക്ഷയിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചോദിച്ചാൽ. ഇവിടെ ചോദ്യം മണക്കുന്നുണ്ട് മേക്ക് ഔട്ടിൽ. അടുത്തത് മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ട്, ഉൾക്കൊള്ളുക. ചിൽഡ്രൻ മേക്കപ്പ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ. ലോക ജനസംഖ്യയിൽ ഒരു വലിയ ശതമാനം ഉൾക്കൊള്ളുന്നത് കുട്ടികളാണ്. മേക്കപ്പ് ഉൾക്കൊള്ളുക. റയറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. മേക്കപ്പ് ചോദിച്ചിട്ടുണ്ട്. മേക്ക് ഔട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അണ്ടർസ്റ്റാൻഡ്. പിന്നെ മേക്ക് ഷിഫ്റ്റ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ താൽക്കാലികമായിട്ട് ഉപയോഗത്തിന് ഉണ്ടാക്കുന്ന ഷെഡില്ലേ, ഇപ്പൊ നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ തൽക്കാലം താമസിക്കാൻ നമ്മൾ വേറെ ഷെഡ് ഉണ്ടാക്കും, അതിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കും, അവിടെ നമ്മൾ താമസിക്കുക വീട് പണി തീരുന്നവരെ. ദാറ്റ് ഈസ് മേക്ക് ഷിഫ്റ്റ്. ഓക്കെ, മേക്ക് ഷിഫ്റ്റ്. പിന്നെ മേക്കപ്പ് ഫോർ എന്നൊരു പ്രയോഗമുണ്ട്. പകരമാവുക, പകരം വെക്കുക. നോ എമൗണ്ട് ഓഫ് മണി ക്യാൻ മേക്കപ്പ് ഫോർ ദ ഡെത്ത് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയുടെ മരണത്തിന് പകരം വെക്കാൻ ഒരിക്കലും പണം കൊണ്ടാവില്ല. അതായത് ടേക്ക് ദ പ്ലേസ് ഓഫ് സംതിങ് ലോസ്റ്റ്, അല്ലെങ്കിൽ ഡാമേജ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ സംതിങ് ബാഡ് വിത്ത് സംതിങ്. കോമ്പൻസേറ്റ് ചെയ്യുന്ന പരിപാടി മേക്കപ്പ് ഫോർ. കോമ്പൻസേറ്റ് എന്ന് ഓർത്തു വെച്ചാൽ മതി. കോമ്പൻസേറ്റ്, പകരമാവുക, പകരം വെക്കുക. അപ്പൊ മേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ട്, ഉൾക്കൊള്ളുക. മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം വെക്കുക. മേക്ക് ഓവർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, രൂപം മാറ്റുക. നമ്മൾ എപ്പോഴും കാണാനല്ല മേക്ക് ഓവർ പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ടു ചേഞ്ച് സംതിങ് ടു മേക്ക് ഇറ്റ് ലുക്ക് ഡിഫറെന്റ് അല്ലേ. ആദ്യം നടിയുടെ മുഖം ആകെ ചിലപ്പോൾ എന്താ പറയുക, ഉദ്ദേശിച്ചത്ര ആകർഷണീയത ഉണ്ടാവണമെന്നില്ല. മേക്ക് ഓവർ കൊണ്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആള് വേറെ ആയിട്ടുണ്ടോ, വേറെ അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്ത പോലെ ആയിട്ടുണ്ടോ അല്ലേ. ഓക്കെ. മേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്തുടരുക. ഇതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. മേക്ക് ആഫ്റ്റർ, ചേസ് ചെയ്യാൻ. ദ പോലീസ് മെയ്ഡ് ആഫ്റ്റർ, മേക്കിന്റെ ഫസ്റ്റ് ആണ് മെയ്ഡ് ആഫ്റ്റർ ദ സ്റ്റോളൻ കാർ. മോഷ്ടിക്കപ്പെട്ട കാറ് ചേസ് ചെയ്തു. പിന്നെ മേക്ക് അവേ വിത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോവുക. ദ തീവ്സ് മെയ്ഡ് അവേ വിത്ത് ഓൾ ദെയർ ജ്വല്ലറി. പിന്നെ ലാസ്റ്റ് വേർഡാണ് മേക്ക് ഓഫ്, രക്ഷപ്പെടുക, ഒളിക്കുക. ലീവ് ക്വിക്ലി ഓർ യൂഷ്വലി ഇൻ ഓർഡർ ടു എസ്കേപ്പ്. ഓടി ഒളിച്ചു കളയുക. ദറ്റ് ഈസ് മേക്ക് ഓഫ്. ദ തീവ്സ് മെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ കള്ളന്മാർ ഓടി ഒളിച്ചു ബിഫോർ ദ പോലീസ് അറൈവ്. ഇവിടെ പോലീസ് വരുന്നതിന് മുമ്പേ. ഇത്രയും മേക്ക് വെച്ചിട്ടുള്ള വാക്കുകളുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇത്ര 8 ഉണ്ട് അല്ലെ. ഒന്ന് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഈ പറഞ്ഞ മേക്കുകൾ വെച്ച് പറഞ്ഞ ഇത്രയും 8 വാക്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക. മേക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം, താൽക്കാലിക താമസിക്കാനുള്ള സൗകര്യം. മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നിന് പകരമാവുക. മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാറ്റം വരുത്തുക, പുതുക്കുക, അല്ലെ മേക്കപ്പ് ചെയ്യുക, ആ പരിപാടിയാണ് മേക്ക് ഓവർ. പിന്നെ മേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞ പ്രയോഗം കൊണ്ട് ചെയ്സ്, പിടികൂടുക, അല്ലെ, പുറകെ പോവുക. മേക്ക് എവേ വിത്ത്, മോഷ്ടിച്ച് കൊണ്ടുപോവുക. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. ഓക്കെ, രേഷ്മ എന്ന് പറഞ്ഞേ, രേഷ്മ പറ, ഏതൊക്കെ വാക്കുകൾ മേക്ക് വെച്ച് നമ്മൾ പഠിച്ചത്? മേക്ക് ഔട്ട്, മേക്കപ്പ്, മേക്ക് ഷിഫ്റ്റ്, മേക്കപ്പ് ഫോർ, മേക്ക് ഓവർ, മേക്ക് ആഫ്റ്റർ, മേക്ക് എവേ വിത്ത്, മേക്ക് ഓഫ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു വീടൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും അഭയം കൊടുക്കാൻ വേണ്ടി ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കുക, അതിനെന്താ വിളിക്കാം? മേക്ക് ഷിഫ്റ്റ്. മേക്ക് ഷിഫ്റ്റ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്റെ ചോദ്യം, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മനസ്സിലാക്കുക, മേക്ക് ഔട്ട്. മേക്ക് ഔട്ട്, ഓക്കെ. പകരമാവുക, പകരം വെക്കുക. പകരമാവുക, മേക്കപ്പ് ഫോർ. മേക്കപ്പ് ഫോർ. പിന്നെ രക്ഷപ്പെടുക, ഒളിക്കുക. ഒളിക്കുക, മേക്ക് ഓഫ്. മേക്ക് ഓഫ് ആണ്. പിന്നെ നമ്മള് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ? മേക്കപ്പ് ഉൾക്കൊള്ളിക്കുക, ഉൾക്കൊള്ളുക, അല്ലെ? അപ്പൊ ആ മേക്കപ്പിനോട് ഒരു ഫോറും കൂടെ കൂട്ടിയാൽ അർത്ഥം മാറിയില്ലേ? പകരമാവുക, കോമ്പൻസേറ്റ്. യെസ്. മോഷ്ടിച്ചു കൊണ്ടുപോവുക. മോഷ്ടിച്ചു കൊണ്ടുപോവുക, മേക്ക് എവേ വിത്ത്. മേക്ക് എവേ വിത്ത്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ ആതിര, ഇതിന്റെ ആൻസർ പറ. സ്റ്റേജിൽ വരാൻ പറ്റിയ ആൾക്കാർക്ക് വരൂ കേട്ടോ. ഈ ആതിരയും മേരിയും മാത്രം മതിയോ? എല്ലാവരും വരണ്ടേ? ആർക്ക് വേണമെങ്കിലും ഇത് സ്റ്റേജിലേക്ക് റിക്വസ്റ്റ് ആക്കി, രഞ്ജിനി, എല്ലാവരും. അപ്പൊ ആതിര, ഇതിന്റെ ആൻസർ പറ വായിച്ചിട്ട്. I can't understand. അയ്യോ, കുഞ്ഞു പറയാം. കുഞ്ഞൊന്ന് നോക്കോ. കുഴപ്പമില്ല. മേരി, ഇതെന്താണ്? മേക്ക് ഔട്ട്. അണ്ടർസ്റ്റാൻഡ് അല്ലേ? മനസ്സിലാക്കുക. ഓക്കെ. അടുത്ത, ഐ കനോട്ട് ഡാഷ് വാട്ട് ഹി ഈസ് സേയിങ്. I cannot make up. Make up illa, make out, making. Make out. I cannot make out. എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ടർസ്റ്റാൻഡ്. അടുത്തത്, I could scarcely dash his writing. I could scarcely dash his writing. അവന്റെ എഴുത്ത്. Make out. എനിക്ക് scarcely means not. I could make out. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെ. ഓക്കെ, സ്റ്റേജിൽ വരാൻ പറ്റാത്തൊരു കമന്റ് ആയിട്ടെങ്കിൽ ആൻസർ ഉണ്ട് കേട്ടോ. ഓക്കെ മേരി, അടുത്തത്, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പോലീസ് സെഡ്. അണ്ടർസ്റ്റാൻഡ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് വരുമ്പോ മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് അല്ലേ? ഇവിടെ അണ്ടർസ്റ്റുഡ് എന്നായിരുന്നെങ്കിലോ? മേക്ക് ഔട്ട് അല്ലേ? അപ്പൊ ഇതിന്റെ പാസ്റ്റ് മെയ്ഡ് ഔട്ട് വരുമായിരുന്നു. മെയ്ഡ് ഔട്ട് അല്ലേ? അത് ശ്രദ്ധിക്കണേ, ടെൻസ് ട്ടാ. ഇവിടെ രണ്ട് ശരിയുണ്ട്, മെയ്ഡ് ഔട്ട് ഉണ്ട്, മേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഒന്ന് പ്രസന്റിലും ഒന്ന് പാസ്റ്റിലും. അപ്പൊ നമ്മൾ പ്രസന്റ് എടുക്കാൻ കാരണം അണ്ടർസ്റ്റാൻഡ് ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ മേരി? ബേജാറൊന്നുമില്ലല്ലോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ മേക്ക് ഔട്ട് എത്ര പ്രധാനപ്പെട്ടാന്നുള്ള? എത്ര ചോദ്യം വന്നിരിക്കുന്നത്? മനസ്സിലായി. അടുത്തത്, ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഷാബി. ഐ കനോട്ട് ഡാഷ് വാട്ട് ഹി ഹാസ് റിട്ടൺ. മേക്ക് ഔട്ട്. അതാ എന്താലേ, PSC തന്നെ ചോദിച്ചോണ്ടിരിക്കുക. അടുത്തത്, എ മേക്ക് ഡാഷ് ഷെൽട്ടർ was made for the refugees. Makeshift sir. Makeshift അല്ലേ? Makeshift അല്ലേ? താൽക്കാലികമായിട്ടുള്ള അഭയസ്ഥാനത്താണ് makeshift എന്ന് പറയുന്നത്. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറ. Nothing the laws on earth can dash the laws of a child. പകരം വെക്കുക, make up for.
നത്തില്ല, ഇത് ഒരു ആന്ധ്രാപ്രദേശ് പരീക്ഷ, കേരള അല്ല, അവിടെ ചോദിച്ചാട്ടോ. ഓക്കെ, നത്തിങ് ദ ലോസ് ഓൺ എർത്ത് ക്യാൻ ഡാഷ് ദ ലോസ് ഓഫ് എ ചൈൽഡ്. കുട്ടിയുടെ മകരം വെക്കാൻ അല്ലെ, മേക്കപ്പ് ഫോർ ചെയ്യാൻ വേറൊന്നുമില്ല, പണത്തിനായി ആവില്ല. അനിൽകുമാർ അടുത്ത വരാന്ന് പറഞ്ഞു. എവിടെ അനിൽകുമാറെ, കുറെ നേരമായാലും വെയിറ്റ് ചെയ്യുന്നു. വേഗം വാ, വരുവിൻ. അവിടെ സ്റ്റേജിലേക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, വേഗം അമർത്ത്. ആക്ച്വലി വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. എന്താ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോ അനിൽകുമാർ? വരാൻ പറ്റാത്ത ദേഷ്യമുണ്ടോ? എന്താന്നറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അനിൽകുമാർ സാറേ കേൾക്കാമോ? കുറെ നേരം ശ്രമിക്കുന്നു അല്ലേ? അതെ, ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയേക്കാണ്. വെരി ഗുഡ്, ഒരുപാട് സന്തോഷം. ഞാൻ ശ്രദ്ധിച്ചു, പേര് ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറയാൻ പറ്റുമോ? നോക്കിയേ. രൂപമാറ്റം വരുത്തുമല്ലേ സാറേ? ട്രാൻസ്ഫോം ഓർ ചേഞ്ച് ദ അപ്പിയറൻസ് അല്ലേ സാറേ? അതെ, മാറ്റം വരുത്തുക, അപ്പിയറൻസ് അല്ലെ, ഒരാളുടെ അപ്പിയറൻസിൽ മാറ്റം വരുത്തുക. പരിപാടി. അതെ. അടുത്ത ഒന്നൊരു ശ്രമിക്കാവോ? ശ്രമിക്കാം സാറേ. മേക്ക് ഓഫ് ആണെങ്കിൽ ഒളിക്കുകയല്ലേ, രക്ഷപ്പെടുകയല്ലേ സാറേ? ഒളിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക. മേക്ക് ഓഫ് ഫ്രം ദ റൺ അവേ എന്ന് വെച്ചാൽ ഓടുക എന്നല്ല, റൺ അവേ അല്ല, എക്സ്പ്ലോർഡ്, സറണ്ടർ ടു കോറൽ വെച്ചാ പൊട്ടിത്തെറിക്കലാണ്. അല്ല. സറണ്ടർ എന്ന് വെച്ചാൽ അല്ല. സറണ്ടർ കീഴടങ്ങുക. അല്ല. ടു റൺ അവേ, ഓടിക്കളയാ, രക്ഷപ്പെടുക. ഓക്കെ സാറേ. അപ്പൊ മേക്ക് ഓഫ് ഇനി മറക്കാൻ പാടില്ല. ഇല്ല സാർ. അടുത്ത ചോദ്യത്തിന് ഉത്തരം. We need two more players to the team. സാറേ മേക്ക് ഔട്ട് ആണോ സാറേ? അല്ല, മേക്ക് suitable place. We need two more players. വേണം, എന്നാലേ കുറച്ച് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ജനസംഖ്യയില് കൂടുതൽ ശതമാനം കുട്ടികളാണ് ഉൾക്കൊള്ളുന്നത്. സാർ അപ്പൊ മേക്കപ്പ് അല്ലേ സാറേ? മേക്കപ്പ്. ഇത് വിഒ 2019 ചോദ്യമാണ്, കുറെ പേര് തെറ്റിച്ച ചോദ്യമാണ് കേട്ടോ. സാറേ. ഓക്കെ, അപ്പൊ മേക്കപ്പ് മറക്കരുത്. ഉൾക്കൊള്ളിക്കുക, ആളുകളെ ഉൾക്കൊള്ളിക്കുക, ഒരു ടീമിലേക്കോ ഒരു ഗ്രൂപ്പിലേക്കോ ഉൾക്കൊള്ളിക്കുക, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക കേട്ടോ. സാറേ. ഓക്കെ, കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.